നമ്മുടെ സുരേന്ദ്രണ്ണൻ്റെ ഒരു പോസ്റ്റ് വന്നു. ആ സുരേന്ദ്രണ്ണൻ്റെ പോസ്റ്റിൻ്റെ ഒരു റേഞ്ച് നമ്മുടെ പ്രതീഷ് വിശ്വനാഥിൻ്റെ ഒരു റേഞ്ചാണ്. അണ്ണൻ സത്യത്തിലൊരു പാവമാണ്. അണ്ണൻ എങ്ങനെങ്കിലും ഒരു MLA ആയി കാണണമെന്ന് വലിയ ആഗ്രഹമുള്ള ഒരാളുമാണ് ഞാൻ. അണ്ണൻ മഞ്ചേശ്വരത്തും കൂന്നിയിലൂടെ മത്സരിച്ചിട്ടും പിടിച്ചു കയറാൻ പറ്റിയില്ല. പിന്നെ അണ്ണൻ തുടർച്ചയായി എത്ര നാളുകൊണ്ട് മത്സരിക്കുന്നു. ഓരോരുത്തർ താണ്ട മത്സരിക്കുമ്പം മുകളിലേക്കാണ് കയറുന്നത്. അണ്ണനാണെങ്കിൽ മത്സരിച്ച് താഴോട്ടിറങ്ങി വരിക. അണ്ണൻ താഴോട്ടിറങ്ങി വരാൻ കാര്യം എന്താണെന്നറിയോ? അണ്ണൻ മൗനത്തിലാണ് ഏറ്റവും നല്ല രസം അണ്ണനെ കാണാൻ. അതിൻ്റെ ഒരു ഭംഗിയും നിലപാടിൻ്റെ ഒരു മൗനം കൊണ്ട് അണ്ണന് ഭയങ്കര സൗന്ദര്യമാണ്. അണ്ണൻ എപ്പോൾ എന്തെങ്കിലും പറയുന്നോ അതൊരു ക്ലാസ് ഇല്ലാത്ത ഒരു മറുപടിയാണ്. അണ്ണൻ്റെ ഇന്നത്തെ പോസ്റ്റ് കണ്ടപ്പോഴും അതുതന്നെയാണ് എനിക്ക് തോന്നിയത്. ഹൈക്കമാൻഡൊക്കെ വെറും ലോ കമാൻഡ്, നടപടിക്രമങ്ങളെല്ലാം പ്രഹസനം, മുഖ്യമന്ത്രിയെ ബഹുമാന്യനായ പാണക്കാട് തങ്ങൾ അദ്ദേഹം തീരുമാനിക്കും. ഇനി അങ്ങോട്ട് 5 വർഷവും ഇത് തന്നെ ഗതി, കാത്തിരുന്ന് കാണാം. ഇതാണ് അണ്ണൻ്റെ പോസ്റ്റ്. അണ്ണൻ അതിൽ പറയുന്നത്, ഈ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ എന്തോ പരാമർശിച്ചപ്പോൾ ഒരു പേര് അദ്ദേഹം പരാമർശിച്ചു. ആ പരാമർശിച്ചതുകൊണ്ടാണ് അണ്ണൻ ഈ സംഗതിയൊക്കെ പറഞ്ഞു വെക്കുന്നത്. ഈ പാണക്കാട് തങ്ങളുടെ ഒരു സ്ഥിതി എന്തോ അറിയാം അണ്ണനിപ്പം? കേരളത്തിൽ മൊത്തം 22 MLA മാർ, ക്യാബിനറ്റ് മന്ത്രിമാർ, തമിഴ്നാട്ടിൽ 2 MLA മാർ, ഇന്ത്യയിൽ 3 MP മാർ, 2 രാജ്യസഭാംഗങ്ങൾ, 324 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ നയിക്കുന്നത് പുള്ളിയുടെ പാർട്ടിക്കാരാണ്. ഏതാണ്ട് 3200 ജനപ്രതിനിധികളും ആ പാർട്ടിയുടെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അദ്ദേഹം ഈ മുന്നണിയുടെ ഭാഗമായി മത്സരിച്ച് ജയിക്കുമ്പം ചിലപ്പോൾ അദ്ദേഹം പറഞ്ഞില്ലെങ്കിലും പറഞ്ഞതായൊക്കെ പത്രക്കാർ വന്ന് കുത്തിയെടുത്തുകൊണ്ട് പോകുന്ന ഓരോ വാർത്തകൾ വെച്ച് അണ്ണൻ ഇനി എല്ലാം പാണക്കാടാണ് തീരുമാനിക്കുന്നത് എന്നൊക്കെ പറഞ്ഞാൽ അണ്ണൻ അതിൻ്റെ വല്ല കാര്യമുണ്ടോ? അണ്ണൻ തോറ്റ് നിൽക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ അണ്ണൻ ജയിച്ച ഒരാളിനെ കൊണ്ട് പറയില്ല. ഇപ്പോൾ ഈ 3 പേര് ജയിച്ചിട്ടുണ്ടല്ലോ, അതിലൊരാളിനെ കൊണ്ടല്ലേ അണ്ണൻ പറയിക്കേണ്ടത്. അല്ലാതെ ഇതുപോലെ അണ്ണൻ പറഞ്ഞ് വെറുതെ തരം താഴേണ്ട കാര്യമുണ്ടോ? അതിന് നമുക്കെന്ത് കാര്യം? അവർ ജയിച്ചവരെല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിക്കുന്നു, അവർ തർക്കിക്കുന്നു, അവരെ മുഖ്യമന്ത്രിയെ അവർ കണ്ടുപിടിക്കുന്നു. ഇനി അവർ വേറെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അത് കണ്ടുപിടിക്കുന്നു, അവർ ഉപമുഖ്യമന്ത്രിയെ കണ്ടുപിടിക്കും, ചിലപ്പോൾ അവർ ബാക്കി മന്ത്രിമാരെ തീരുമാനിക്കും. ഇതെല്ലാം ഈ പ്രക്രിയയുടെ ഭാഗമായിട്ട് നടക്കും. അത് നടന്നോട്ടെന്ന്. അതിന് അണ്ണൻ അതിനകത്ത് കയറി പറയുന്നതിന്, അതിനകത്തുള്ളവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അതിന് മറുപടി പറയുന്നുണ്ട്. ജയിച്ചവരുടെ കൂട്ടത്തിൽ തന്നെ ഒരു ആൾ ഇങ്ങോട്ട് മറുപടി പറയുന്നു, അവരങ്ങോട്ട് മറുപടി പറയുന്നു, അവരെല്ലാം ചാനലുകളെ കാണുന്നു, അതെല്ലാം നടക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ഒന്നും അണ്ണനൊരു പ്രസക്തമേ അല്ല. അണ്ണനെയില്ല പണ്ടാരാണ്ട് പറഞ്ഞ പോലെ ആളുകൾ ട്രോളാൻ വേണ്ടി ആ കമൻറ്റിനകത്തൊക്കെ എല്ലാവരും എന്തൊക്കെയാണ് എഴുതിയേക്കുന്നത്, ഉള്ളി അണ്ണം പോക്കറ്റ് ഇട്ടുകൊണ്ട് കിടന്ന് ഉറങ്ങുന്നൊക്കെ പറഞ്ഞ ആളുകൾ എഴുതിയേക്കുന്നത്. ഇതൊക്കെ കേൾക്കേണ്ട വല്ല കാര്യമുണ്ട്? കഷ്ടം.